എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി കല്യാണ വീടുകളിലും സൽക്കാരണ വീടുകളിലൊക്കെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സോസുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസ് ആണ്. നല്ല രുചിയോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലൊരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ എടുക്കണേ. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി എടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എരിവ് കുറവുണ്ടാകുകയും ചെയ്യും. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ എരിവ് വേണമെന്നില്ലല്ലോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. നമ്മൾക്ക് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്ക് വറുത്തെടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് മുരിച്ചെടുക്കേണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് റൈസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കാം. നല്ല വെട്ടി തിളക്കുന്ന വെള്ളം തന്നെയായിരിക്കണം കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇനി നമ്മൾക്ക് അതിലേക്കൊരു 4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ആയിരിക്കണം അരിയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസുകളെല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ചിക്കി എടുത്താൽ മാത്രം മതി. ഇതുപോലെ എടുത്താൽ മതി. ഇനി ഇതിലോട്ടിട്ട മുട്ട കരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലെ ആ ഓയിൽ തന്നെ നമ്മൾക്ക് ഒരു ചെറിയ മീഡിയം സൈസിലുള്ള കാബേജ് നൈസായി അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. എന്നാലും ചോറ് കഴിക്കുന്ന സമയത്ത് അതിലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു 10-15ഓളം ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നൈസായി അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കൂടാതെ തന്നെ നമ്മൾക്ക് ഒരു 5-6 ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ക്യാരറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് 5-6 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ക്യാരറ്റ് എടുത്താൽ മതിയാകും. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് സോയാ സോസാണ് കേട്ടോ. കൂടാതെ തന്നെ നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. സോയാ സോസിൽ തന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾക്ക് ചിക്കി പൊരിച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്കൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം. വല്ലാണ്ടിങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട. ഒരു ഹാഫ് വേവിൽ നമ്മൾക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവി വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾക്ക് ഹാഫ് വേവിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരുപാടങ്ങ് വെന്ത് കുഴിഞ്ഞു പോകരുത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾക്കിവിടെ നമ്മളുടെ റൈസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് വേവിലാണ് ഇതും നമ്മൾക്ക് ഊറ്റിയെടുക്കേണ്ടത്. ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകരുത്. ആ സമയം കൊണ്ട് നമ്മൾക്ക് അതിൽ ഒട്ടി പിടിക്കാനാകും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെജിറ്റബിൾസും റൈസും എല്ലാം 1 മിനിറ്റ് നമ്മൾ ലാസ്റ്റ് ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് വെന്ത് കുഴിഞ്ഞു പോകരുതെന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹാഫ് വേവിലാണ് വെജിറ്റബിൾസും റൈസും നമ്മൾ ഊറ്റിയെടുക്കേണ്ടത്. ഇനി നമ്മൾക്കിത് ലെയറായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾക്ക് നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെജിറ്റബിൾസ് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നല്ല ചൂടോടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണേ. വല്ലാണ്ടിങ്ങിട്ട് ഇളക്കി മറിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ആകെ വെന്ത് കുഴിഞ്ഞു പോകും.
ലെയറിൻ്റെ ഇടയിലായിട്ട് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ വിതറി കൊടുക്കാം. എന്നാൽ നമുക്കൊരു കിടുക്കാച്ചി നല്ലൊരു ടേസ്റ്റും രുചിയും മണവും എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മളിതിന് എടുത്തിട്ടുണ്ടായിരുന്നത് 1 കിലോ ബസ്മതി റൈസ് ആയിരുന്നു കേട്ടോ. അതുപോലെ ഒരു 500 ഗ്രാം ചിക്കനുമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കണേ. ക്യാപ്സിക്കം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടൊന്ന് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് കോളിഫ്ലവർ, അതുപോലെ വയലറ്റ് ക്യാബേജ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏത് ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾക്ക് നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുപോലെ എല്ലാം ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചുവടിലായിട്ട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ റൈസിൻ്റെ പാത്രം വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആവി കയറ്റിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ് പോകാതെ നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കല്യാണ വീടുകളിൽ, സൽക്കാര വീടുകളിലൊക്കെ നമ്മൾക്ക് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കണേ. ഇതുപോലെ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും എല്ലാം കൊടുത്ത് വിടാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾക്ക് ഈദൊക്കെ വരികയാണല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് ഇതിനൊക്കെ നമ്മൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ റൈസ് നല്ലൊരു കിടുക്കാച്ചിട്ടുള്ള അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.